നമസ്കാരം. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിലും ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിക്കഴിഞ്ഞു. വിദേശ നാണയ ശേഖരത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആദ്യമായി രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരം $700 ബില്യൺ കടന്നു. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ $12.58 ബില്യൺ വർധനവുണ്ടായിട്ടുണ്ട്. ഇതോടെ വിദേശ നാണയ കരുതൽ ശേഖരം $700 ബില്യൺ കടക്കുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ചൈന, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ് എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. 2013 മുതൽ ഇന്ത്യ കരുതൽ ശേഖരം ഉയർത്തിക്കൊണ്ടുവരികയാണ്. സെപ്റ്റംബർ 27 അവസാനിച്ച ആഴ്ചയിൽ $1258 കോടി വർധനവുണ്ടായിരുന്നു. ഡോളർ, പൗണ്ട്, യൂറോ, ജാപ്പനീസ് യെൻ തുടങ്ങിയ പ്രധാന വിദേശ കറൻസികളും സ്വർണവും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം. ഈ വർഷം $30 ബില്യൺ വിദേശ നിക്ഷേപമുണ്ട്. ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം $745 ബില്യൺ കഴിയുമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രവചനം. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള കുതിപ്പ് തുടരുന്നു. സാങ്കേതിക പുരോഗതിക്കും സ്വയാശ്രയത്തിനും ഇന്ത്യ മുൻപത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. നിലവിൽ ലോകത്തിലെ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണിത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കനുസരിച്ച് 2025ഓടെ $4339 ബില്യൺ GDP ഉള്ള 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ തന്നെ IMF, ലോകബാങ്ക്, സെൻട്രൽ ബാങ്ക് തുടങ്ങിയ ഏജൻസികൾ ഇന്ത്യയുടെ വളർച്ചയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. ഇനി സ്വർണത്തിന്റെ കാര്യത്തിലോട്ട് വന്നാൽ അതിലും ഇന്ത്യ ഏറെ മുന്നിലാണെന്ന് പറയാം. സ്വർണശേഖരത്തിന്റെ കാര്യത്തിലും ഇന്ത്യ വൻ കുതിപ്പിലാണുള്ളത്. 25 വർഷത്തിനിടെ പ്രതിവർഷം ശരാശരി 700 ടൺ സ്വർണമാണ് ഔദ്യോഗികമായി ഇന്ത്യ ഇറക്കുമതി നടത്തിയത്. ഇന്ത്യക്കാരുടെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം 180 ലക്ഷം കോടി കവിഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ കുടുംബങ്ങൾ, അതിസമ്പന്നർ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ കൈവശം മൊത്തം 25,000 ടൺ സ്വർണശേഖരം ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ വിലയനുസരിച്ച് 1 കിലോ സ്വർണത്തിന് 72 ലക്ഷം രൂപയാണ്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം 5,000 ടൺ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നടപ്പുവർഷം സ്വർണ്ണവിലയിൽ 25% വർധനമാണുണ്ടായത്. പുതിയ കണക്കുകൾ അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ കൈവശം 842 ടൺ സ്വർണമാണുള്ളത്. ഇതിന്റെ മൂല്യം 6.8 ലക്ഷം കോടി രൂപയാണ്. പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളുടെ സ്വർണ്ണ പണയ വായ്പ മികച്ച വളർച്ച നേടുന്നുണ്ട്. ഇതോടൊപ്പം സ്വർണ്ണവില പുതു ഉയരങ്ങളിലേക്ക് നീങ്ങിയതോടെ കേരളത്തിലെ മുൻനിര ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾക്ക് നേട്ടമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2027 മാർച്ചോടെ ഇന്ത്യയിലെ സ്വർണ്ണ പണയ വിപണി 15 ലക്ഷം കോടി രൂപയിലെത്തുമെന്നാണ് പ്രമുഖ ഗവേഷണ സ്ഥാപനമായ ICRA വ്യക്തമാക്കിയത്. വിദേശ നാണയ ശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണശേഖരത്തിൽ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ മുന്നിലെത്തിയിരുന്നു. ഒരുപാട് നിക്ഷേപ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടത് സ്വർണത്തിൽ നിക്ഷേപിക്കലാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.